വീഡിയോയ്ക്ക് വേണ്ടി പറയല്ല, സംഭവം ഒരു രക്ഷയില്ല. എങ്ങനെയുണ്ട്? അടിപൊളി ടേസ്റ്റ്. എന്നും ചെറുപ്പക്കാരനായിരിക്കും, അവൻ രാജാവിനെ പോലുണ്ടാവുമെന്നാണ് ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്. ഇതുപോലെ ഇത് വീഴും. ഇതുപോലൊരു തടി വെച്ചാണ് നമ്മൾ ഈ പഴം ഇടിച്ച് റെഡിയാക്കിയത്. പക്ഷെ അത് ഈ 4000 കിലോ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണ്. ലോകത്തിൽ തന്നെ ആദ്യമായി 4000 കിലോ പഞ്ചാമൃതം, അത് നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കുന്നത് കണ്ടാലോ? 2000 മൊത്തം 4000 കിലോ പഞ്ചാമൃതം. ലോകത്തിലെ ഏറ്റവും രുചിയുള്ള പഞ്ചാമൃതമാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. പരിപാടി നല്ലൊരു പരിപാടിയാണ്. ലോകത്ത് തന്നെ ആദ്യമായിട്ട് 4000 കിലോ പഞ്ചാമൃതം. 4000 കിലോ പഞ്ചാമൃതം. പഞ്ചാമൃതം എന്ന് പറഞ്ഞാൽ അമൃതാണ്, 5 അമൃതാണ്. അപ്പൊ മെയിനായിട്ട് ചേരേണ്ട സാധനങ്ങളാണ്. ഇത് കഴിച്ചാൽ ഗുണമാണ്. അപ്പൊ അത് ഇങ്ങനെ ആരും ചെയ്തിട്ടില്ല ഈ രീതിയിൽ. അതെ, 4000 കിലോ ആരും ചെയ്തിട്ടില്ല. അതിന് വേറൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത കാണിച്ചത് ഇത് കണ്ടോ. ഇതാണ് വീരുപാശി എന്ന് പറഞ്ഞ പഴം. നമ്മുടെ ഈ ഒരു പഞ്ചാമൃതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് വീരുപാശി പഴം. ഈ പഴത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കൊടൈക്കനാലിലാണ് ഉണ്ടാവുന്നത്. പളനിയിൽ പഞ്ചാമൃതം ഉണ്ടാക്കുന്നത്. ഇതിങ്ങനെ ഇതുപോലെ ഇരിഞ്ഞിരിഞ്ഞ് വീഴും. കണ്ടോ ഇതിങ്ങനെ പഴുത്ത് കഴിഞ്ഞാൽ കെട്ടിത്തൂക്കിടാൻ പറ്റത്തില്ല. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ പഴം നമ്മൾ കഴിക്കുവാണെങ്കിൽ അലിഞ്ഞു പോകും, നമ്മുടെ ശരീരത്തേക്ക് നല്ലതായിട്ട് അലിയും. അപ്പൊ നമ്മൾ ഉണ്ടാക്കുമ്പോൾ എന്ത് ഇത് അലിഞ്ഞങ്ങ് ചേരത്തേ ഉള്ളൂ. അപ്പൊ ഇത് കഴിച്ചു കഴിഞ്ഞാലുള്ള ഒത്തിരി ഗുണങ്ങളുള്ളതാണ്, പഴയ കാലത്തിന് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഇത് ചെയ്തേക്കുന്ന ഏത് സ്ഥലം എന്ന് ചോദിച്ചാൽ ഇത് ഉണ്ടാവുന്ന സ്ഥലം നമ്മുടെ കൊടൈക്കനാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കൊടൈക്കനാലിലാണ് ഇത് ഉണ്ടാവുന്നത്. തണുപ്പ് വേണം. അവിടുന്ന് കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അതുകൂടാതെ തന്നെ ഇത് കണ്ടോ, നമ്മുടെ ഈന്തപ്പഴം എന്ന് പറഞ്ഞാൽ ഏകദേശം 500 കിലോ കൂടുതലുണ്ട് ഈന്തപ്പഴം. ഇത് മലപ്പുറം സൈഡിൽ നിന്നാണ് കളക്ട് ചെയ്യുന്നത്. അതുപോലെ ഇളകി വരുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴമാണ് നമ്മൾ ഈ ചെയ്തിരിക്കുന്നത്. ഇത് ഇങ്ങനെ ഇളക്കി എടുക്കാൻ തന്നെ ഏകദേശം ഒരു 2-3 ദിവസത്തെ പരിപാടിയാണ്, ഒരു 10 പേര് വെച്ച്. അപ്പൊ ഇത് ഒരുപാട് 10, 20, 25 പേരുടെ പണിയായത്. ഒരു 3-4 ദിവസത്തെ. പിന്നെ പാക്കിങ് വേറെ. അപ്പൊ ഒരുപാട് ദിവസത്തെ അധ്വാനമാണ്. സന്തോഷേട്ടാ, നമ്മൾ നേരത്തെ ഓടിച്ചങ്ങ് കാണിച്ചു പോയതേ ഉള്ളൂ. അപ്പൊ ആ ക്വാളിറ്റി നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? കൃത്യമായിട്ട് പറയണം. ഇതിനകത്ത് ഉപയോഗിക്കുന്ന തേൻ എന്ന് പറയുന്നത് കോന്നി ഫോറസ്റ്റിന്റെ അതിന്റെ ചിഹ്നവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി നല്ല തേൻ മേടിക്കാൻ പറ്റും. ശുദ്ധമായിട്ടുള്ള കാട്ടു തേൻ അവിടെ കിട്ടും. അവിടുന്നാണ് നമ്മൾ ഈ തേൻ കളക്ട് ചെയ്യുന്നത്. 100 കിലോ കൂടുതൽ തന്നെ തേനുണ്ട്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഏറ്റവും നല്ല ഉണക്ക മുന്തിരിങ്ങ എന്ന് പറഞ്ഞാൽ അരിയുള്ളതാണിത്. ഇത് നമ്മളെ ഏറ്റവും നല്ലതാണ് കളക്ട് ചെയ്യുന്നത്. ഇത് ഏകദേശം 250 കിലോ തന്നെ ഉണ്ട്. 250 കിലോ ഇത് മാത്രം. ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമുണ്ട്. ഇതാണ് നമ്മുടെ പനങ്കൽക്കണ്ടം. പനങ്കൽക്കണ്ടത്തെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ നമ്മള് രാമേശ്വരം പോലുള്ള സ്ഥലത്ത് സീസണിൽ മാത്രമുള്ളതാണ്. ഇത് കള്ള് ചെത്തിയിട്ട് ആ കള്ള് പാനിയാക്കിയതിന് ശേഷം 41 ദിവസം പെട്ടിയിൽ വെച്ച് നൂല് കെട്ടി പെട്ടി വെച്ചതിന് ശേഷമാണ് ഈ ഒറിജിനൽ പനങ്കൽക്കണ്ടം. ഇതിന്റെ വില എന്ന് പറയുന്നത് ഇവിടെ എത്തുമ്പോൾ 2500 രൂപ 1 കിലോയ്ക്ക് വരും. സാധാരണ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ 100 രൂപ ഉള്ളൂ. അതെ, 100 രൂപ. പിന്നെ പലയിടത്തും 300, 400, 500, 800 എന്നൊക്കെ പറയും. നമ്മൾ ഈ സാധനം ഇത്രയും ക്വാളിറ്റി കൊടുക്കുന്നുണ്ടാണ് ഈ സാധനത്തിന് ഇത്രയും വിലയും ഇത്രയും ക്വാളിറ്റി. 3000 കിലോ ചെയ്തിട്ട് 15 ദിവസം കൊണ്ട് തീരണമെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി മാത്രമാണ്. അപ്പൊ ആ ക്വാളിറ്റിയിൽ ഒരു ഇതും വരാതാണ് നമ്മൾ ചെയ്യുന്നത്. പല സൈസ് നെയ്യ് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ നെയ്യുടെ കാര്യത്തിൽ എന്തെങ്കിലും കോംപ്രമൈസ് ഉണ്ടോ? ഇത് കണ്ടോ, മിൽമയുടെ 300 കിലോ നെയ്യാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്വാളിറ്റിയിൽ ഒരു വ്യത്യാസം നമ്മൾ വരുത്തില്ല, കറക്റ്റ് ആയിട്ടേ ചെയ്യത്തുള്ളൂ. അതെ, നമ്മൾ ആ ഒരു ക്വാളിറ്റി കൊടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് വീണ്ടും സാധനം പൊക്കോണ്ടിരിക്കുന്നത്. സാറിനെ നമ്മുടെ ശർക്കര ഇങ്ങനെ വരുന്നത് ഞാൻ കണ്ടിട്ടില്ലോ. നമ്മൾ ഉണ്ട ശർക്കര സാധാരണ വരുന്നത് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന ഒരു 30 രൂപ, 40 രൂപ, 45 രൂപയ്ക്ക് വിലയുള്ളൂ. പക്ഷേ ഈ ശർക്കര നെരിയാപുരം എന്ന് പറഞ്ഞൊരു സ്ഥലത്തു നിന്നാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തിരുന്നത്. ജെസിൻ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം കൂടെ ചേർന്നാണ് നമുക്ക് ശർക്കര തരുന്നത്. കാരണം ഇത് ഒന്നിച്ചെല്ലായിടത്തും ഇതുപോലെ കിട്ടത്തില്ല, സീസൺ വ്യത്യാസം അനുസരിച്ച് മാറുതേ. ഈ ശർക്കരയുടെ പ്രത്യേകത ഉണ്ടോ, ഇത് തരിതരിയായിട്ടിരിക്കും. ഇത് ഭയങ്കര ഗുണമുള്ള ശർക്കര. ഇത് 140 രൂപ കൂടുതലാണ് 1 കിലോയുടെ വില. നല്ലൊരു മണം. അത് തന്നെ മണമുണ്ട്, ആ ഗുണം ഇതിനകത്തുണ്ട്. ഇത് കണ്ടോ, ഈ 2 വാർപ്പ് കണ്ടോ. 2 വാർപ്പ് എന്ന് പറഞ്ഞാൽ 3000 കിലോ കൊള്ളാവുന്ന വാർപ്പിലാണ് 2000 കിലോ നമ്മൾ വെക്കുന്നത്. അതും വിറകിന്റെ അടുപ്പില്. ആ തനിമ നഷ്ടപ്പെടാതെ കൃത്യമായിട്ടുള്ള രീതിയിൽ. അതുപോലെ ഏലക്ക, ഏറ്റവും നമ്പർ 1 ഏലക്കയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഏറ്റവും ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ക്വാളിറ്റിയിലും ഗുണമുണ്ട്, കഴിച്ചാലും ഗുണമുണ്ട്. ഇപ്പൊ കുട്ടികൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് ബ്രെഡിനകത്തൊക്കെ പെട്ടാൽ മതി. ഇത് ഉണ്ടാക്കുന്ന ആളെ നമുക്കൊന്ന് കാണാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ധനേശ് എന്നാണ്, മാമനാണ്. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാചകത്തിലെ രാജാവാണ്. നമ്മുടെ പല വീഡിയോസിലും ഇദ്ദേഹം തിളങ്ങി നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ ഇദ്ദേഹം ആദ്യ കാലത്ത് ഒരു 1.5 വർഷം മുമ്പ് നമുക്ക് ചെയ്തിരുന്നു. അത് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് ഈ സാധനമൊക്കെ കിട്ടാൻ പിന്നെ താമസിച്ചു. അത് കഴിഞ്ഞിട്ടാണ് രണ്ടാമത് ചെയ്തു. അത് 600 കിലോ ഒരു 2 മണിക്കൂർ കൊണ്ട് വിറ്റു. കഴിഞ്ഞൊരാഴ്ച 3000 കിലോ ചെയ്തു. അത് 15 ദിവസം കൊണ്ട് വിറ്റു. ഇപ്പം 4000 കിലോയാണ്. മാമ എങ്ങനെയുണ്ട് മാമ? ഇതിപ്പം സാധനം നമ്മളിത്ര 10-25 പേരുണ്ട്. ഞങ്ങളെ 25 പേരുടെ 1 മാസം കൊണ്ടുള്ള കഷ്ടപ്പാടാണ് ഈ സാധനത്തിന് കളക്ട് ചെയ്യാൻ വേണ്ടി. പഴമായാലും കൽക്കണ്ടമായാലും എല്ലാം സീസണിൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. സീസണിൽ കിട്ടുന്നുണ്ടോ ഇതന്നെ. നമ്മുടെ കുമളി പോയാണ് അന്ന് അവിടെ കളക്ട് ചെയ്തുകൊണ്ട് വന്നത്. അതുപോലെ കൽക്കണ്ടം, ശർക്കരയായാലും ഓരോ സാധനവും ഇതിനൊരു പ്രത്യേകതയുണ്ട്. അങ്ങനെ തന്നെ കളക്ട് ചെയ്യുന്നതിലാണ് ഈ സംഭവം ഇത്ര വിജയിക്കുന്നത്. മാത്രമല്ല നമ്മളിപ്പോൾ ഇന്ന് ചെയ്യുന്നത് 2000 വീതം വലിയ വാർപ്പുണ്ടല്ലോ, 4000 കിലോ ആണ് നമ്മൾ ചെയ്യുന്നത്.
കഴിഞ്ഞ നമ്മൾ ചെയ്ത് 3000 കിലോ ചെയ്തത് ഏതാണ്ട് 15-20 ദിവസത്തിന് മുമ്പ് അത് സാധനം പോയി. അത് ഈ വാങ്ങിയവരാണ് വീണ്ടും വീണ്ടും വാങ്ങി. കൂടുതൽ ആൾക്കാർ വാങ്ങി കുട്ടികൾക്കാണ് കൊടുക്കുന്നത്. ഇത് എല്ലാവരും കഴിക്കണം, ഞാൻ പറയുന്നതല്ല. ഇതെല്ലാവരും കഴിച്ചു നോക്കുക. നമ്മുടെ മലയാളീസ് എന്നല്ല, കൂടുതൽ ഇപ്പൊ വിദേശത്താണ് ഏറ്റവും കൂടുതൽ. വിദേശത്ത് പോകുന്നവരാണ് ഇത്. 10, 100, 300 ബാട്ടിലൊക്കെ വിദേശത്ത് ഒന്നിച്ച് ചോദിച്ച ആൾക്കാരുണ്ട്. കൊണ്ടുപോകുന്നത് കണ്ടോ? ഇത് 2000, 4000 കിലോ വാർപ്പുണ്ടല്ലോ. യാമണ്ടൻ 2 വാർപ്പാണ്. ഇത് നിറയാണ് സാധനം ഉണ്ടാക്കുന്നത്. ഇത് 2000 കിലോ, ഇത് 2000 കിലോ, അങ്ങനെ 4000 കിലോയും മേളിൽ കിട്ടും നമ്മുടെ സാധനം. നമ്മുടെ മെറ്റീരിയൽസ് തന്നെ 5000 കിലോളം മെറ്റീരിയൽസ് നമ്മുടെ കയ്യിലുണ്ട്. അത് പ്രോസസ് ചെയ്ത് വരുമ്പോൾ 4000 കിലോ മേളി നമുക്ക് പഞ്ചാമൃതം കിട്ടും. ടോട്ടൽ ഇപ്പം 300 കിലോ നെയ്യാണ്. ഈ ഒരു ടിന്നെ 15 കിലോ ആണ്. അടുത്ത നമ്മൾ ആദ്യം ഈത്തപ്പഴം നെയ്ക്കകത്ത് നമ്മുടെ ഈത്തപ്പഴമാണ്. ഈത്തപ്പഴം ഇത് അഫ്ഗാന്റെ പഴമാണ്. നമ്മൾ മലപ്പുറത്ത് നിന്ന് നമുക്ക് ഒരു ഏജൻസി തന്നാണ്. വെളിയിൽ നിന്ന് കൊണ്ടുവരുന്ന ഇമ്പോർട്ട് ചെയ്യുന്ന പാർട്ടിയാണ്. ഇതിപ്പോ നമ്മള് ടോട്ടല് 500 കിലോ 500 ഈത്തപ്പഴം 250 കിലോ ഇതിനകത്തും 250 കിലോ അതിനകത്തുമാണ് ഡിവൈഡ് ചെയ്താണ് വെക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ നെയ്ക്കകത്ത് നമ്മൾ 250 കിലോ ഈ വാർപ്പിനകത്ത് നമ്മൾ ഇത് ലയിച്ച് വരണം. നല്ല വെന്ത് ലയിച്ച് വന്നതിന് ക്രീമായി ലയിച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ ഇനി മറ്റേ വീരുവാശി പഴം നമ്മൾ ക്രീമാക്കിയാണ് ഒഴിക്കുന്നത്. വീരുവാശി പഴം നമ്മൾ ഇടിച്ചെടുക്കും. അത് നമ്മൾ കാണിക്കാം. ഇടിച്ചെടുത്തിട്ടാണ് ചേർക്കുന്നത്. അല്ല അടി കൂടി ചട്ടു അടി കയറട്ടെ. കയറി മറിയട്ടെ. വേട്ടെ അടിക്കോട്ടെ. മോനിയുടെ ചേട്ടാ ഒന്നുകൂടെ അടിക്കരട്ടോടെ അടിക്കാൻ മറിയട്ടെ. ഓക്കെ. ഇതെന്തിനാ മാമ ഉപയോഗിക്കുന്നത്? ഇത് നമ്മൾ നേരത്തെ ഇതുകൊണ്ടാണ് ഈ വീരുവാശിപ്പഴം നമ്മൾ ഇടിച്ച് അങ്ങനെ ഈ ക്രീം ആക്കി എടുത്തത്. പക്ഷെ ഇപ്പൊ 4000 കിലോ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇതുകൊണ്ട് ഉണ്ടാക്കാൻ വലിയ പാടാണ്, ഒരുപാട് സമയം എടുക്കും. അത് നമ്മൾ ഇതിനു വേണ്ടി ഒരു മിഷ്യൻ കണ്ടുപിടിച്ചു. ഇതാ കണ്ടോ, ഇത് എത്ര പെട്ടെന്നാ കണ്ടോ. ഇത് ഒരു 4-5 മണിക്കൂർ ഇതുപോലെ നെയ്ക്കകത്ത് നമ്മുടെ ഈന്തപ്പഴം വേവണം. അത് ഇതുപോലെ 3-4 പേര് ഒരേ സൈഡിൽ നിന്ന് ഇളക്കണം. ഇത് അടുക്കി പിടിക്കാതെ കറക്റ്റ് ചെയ്യണം. അതാണ് ഇതിന്റെ പ്രത്യേകത അല്ലേ മാമ? നമ്മുടെ ഈത്തപ്പഴം കൂടെ ഇപ്പൊ ബെന്ത് സെറ്റായി കിടക്കാണ്. അടുത്ത നമ്മളിനകത്തിന് ശർക്കര ചേർക്കും. നെയ്ക്കകത്ത് മാത്രമാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. നമ്മുടെ ഒറിജിനൽ ശർക്കരയാണ്. എടുത്തു വെച്ചാട്ടെ. ഇതാണ് നമ്മുടെ ഒറിജിനൽ ശർക്കര. ഇത് 3-ാം ഘട്ടം. ശർക്കര അടുത്ത് 3-ാം ഘട്ടം. ഓക്കെ, തരിക്കും. ബാക്കിയൂടെ റെഡി. നമ്മുടെ പഴം റെഡിയായി. ഇതെല്ലാം കൂടി ഇനി കറക്റ്റ് ആയിട്ട് അങ്ങ് മിക്സ് ചെയ്താൽ മതി. നമ്മുടെ പഴം വന്നു. ഇനി ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്യണം. ഈ പഴവും ശർക്കര ഇതെല്ലാം കൂടെ കറക്റ്റ് ആയിട്ട് മിക്സ് ചെയ്യണം. 700 കിലോ പഴമാണ്. അത് 2 കിലോ തുല്യമായിട്ട് ചേർക്കുകയാണ്. ഇത് മിക്സിംഗ് ആണ് ഏറ്റവും വലിയ പരിപാടി. മിക്സ് ചെയ്ത് വെന്തുടഞ്ഞ് ഇത് നല്ല പരിവായി കിട്ടണം. എന്നിട്ടാണ് ബാക്കി സാധനങ്ങൾ നമ്മൾ ചേർക്കുന്നത്. ചേട്ടാ ഇപ്പൊ നമുക്ക് എത്ര നേരമായി? നമുക്കിപ്പോ 8 മണിക്കൂർ കഴിഞ്ഞ് ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട സാധനങ്ങളൊക്കെ ഇതിനകത്ത് ചേർക്കാൻ പോവാ. അതെ. അപ്പൊ ഇത് കറക്റ്റ് പരിവായെന്ന് അറിയുന്നതിന്റെ എങ്ങനെയാ? നമുക്കിപ്പോ ഇത് വേവുമ്പോ ഈ കൊമള വരും, സൈഡിലെല്ലാം കൊമള വരും. അതാണ് കറക്റ്റ് ആയിട്ട് ഇതിന്റെ വേവ് അറിയുന്നത്. ഇനി അടുത്ത പരിപാടി അടുത്ത ചേർക്കാനുള്ളത് ഇനി നമ്മൾ ചേർക്കാനുള്ളത് കൽക്കണ്ടം, നമ്മുടെ അരിയുള്ള മുന്തിരി ഇല്ലേ, ഉണക്കമുന്തിരി അരിയുള്ള, അത് കഴിഞ്ഞിട്ട് തേന്. അത് തേൻ തണുത്തതിന് ശേഷമാണ് തേൻ കഴിക്കുന്നത്. അടുത്ത് ചേർക്കാം. ഇത് നമ്മൾ ഈത്തപ്പഴം കഴിക്കുന്നതിനാണ് ഏറ്റവും കൂടുതൽ എനർജിയുള്ള സാധനമാണ് ഈത്തപ്പഴം. ബോഡിക്ക് ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത്. ഉണക്കമുന്തിരി നമ്മുടെ നമ്മുടെ ശരീരത്തെ ബ്ലഡിന് ഏറ്റവും കൂടുതൽ സർക്കുലേഷന് വേണ്ടി കഴിക്കുന്ന സാധനം ഈ അരിയുള്ള മുന്തിരി. അങ്ങനത്തെ ഓരോ സാധനവും തേനായാലും നമ്മുടെ പനം കൽക്കണ്ടമായാലും ഓരോന്നും നമ്മുടെ ആയുസ്സിനും ആരോഗ്യത്തിനും ഗുണമുള്ള സാധനം. ഇത് കഴിച്ചാൽ അവൻ രാജാവിനെ പോലെ ഇരിക്കുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. പഞ്ചാമൃതം കഴിക്കുന്നവൻ എന്നും ചെറുപ്പക്കാരനായിരിക്കും, അവൻ രാജാവിനെ പോലെ ഉണ്ടാവുമെന്നാണ് ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്. പഞ്ചാമൃതത്തിനെ പറ്റി അങ്ങനെ മഹത്തായിട്ട് പുരാണങ്ങളിൽ കഥകൾ പറഞ്ഞിട്ടുണ്ട്. കുട്ടികൾക്കിത് കഴിവതും 1 സ്പൂൺ മതി. 1 സ്പൂൺ കൊടുക്കുക. മറ്റ് നമ്മുടെ ഈ ആർട്ടിഫിഷ്യലായിട്ടുള്ള സാധനങ്ങൾ വാങ്ങി കൊടുക്കാതിരിക്കുക. വിഷവും മായവും ചേരുന്ന സാധനങ്ങൾ കൊടുക്കാതിരിക്കുക. ഇത് എന്തായാലും ജാമാൽ എന്ത് തന്നെയായാലും നമ്മളതിനെപ്പറ്റി പറയുന്നില്ല. നമ്മൾ മാർക്കറ്റിൽ വാങ്ങുന്ന എല്ലാം എന്തെങ്കിലും കെമിക്കലുമായി. ഇത് ഒറിജിനലാണ്. ഇതൊരു സത്യമുണ്ട് ഇതിനകത്ത്. ഇതൊന്നും മായമില്ല. എല്ലാം നിങ്ങൾ കണ്ടാണല്ലോ. ഓരോ സാധനവും അതിൻ്റെ സീസണിൽ ഞങ്ങൾ പോയി കളക്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നാണ് ഈ സാധനം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊരു മായം ഒന്നുമില്ല. മായം ചേർക്കാൻ ഞങ്ങളും കഴിക്കുന്നതാണ്, നിങ്ങൾക്കും തരുന്നതാണ്. ഇതൊരു കാര്യം നമ്മുടെ കേരളത്തിലുള്ള സകലല്ല, ഈ ഭൂമിയിലുള്ള സകല ജനത ഇത് കഴിച്ചിരിക്കണം. അപ്പോഴേ ഇതിനെപ്പറ്റി അറിയാൻ നോക്കുള്ളൂ. ഇപ്പം നമ്മൾ 3000 കിലോ ഉണ്ടാക്കി 15 ദിവസം കൊണ്ടാണ് 3000 കിലോ പോയി. ഇപ്പം 4000 കിലോ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം 4000 കിലോ. ഇനിയിപ്പോൾ അടുത്ത നമ്മൾ ഇതൊരു 10-15 ദിവസം കൊണ്ട് തീരും. അത് കാരണം ഇതിൽ കൂടുതൽ നമ്മൾ ഇനി ഉണ്ടാക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി നമ്മളിത് അരി ഉള്ള
ഉണക്ക മുന്തിരിയാണ് ഇടുന്നത്. അത് ഏകദേശം 250 കിലോയാണ് ഈ 2 വാർപ്പിലേക്ക് നമ്മൾ ഇടുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് നിറയും എന്ന് പറഞ്ഞാൽ നോക്കണം. ഒരെണ്ണത്തിനകത്ത് തന്നെ ഇടുന്ന 125 കിലോ. മുന്തിരിങ്ങതേ വാർപ്പ് നിറഞ്ഞ് ഇടാൻ പോകുന്ന പനങ്കൽക്കണ്ടോ. ഇതാണ് നമ്മുടെ അടുത്ത പരിപാടി. നമ്മുടെ ഒറിജിനൽ പനങ്കൽക്കണ്ടോ ആണ് ഇപ്പൊ വീണുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മുടെ അടിപൊളി ഏലക്കാതെ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇനി ആറിയിട്ട് തേനൊഴിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇളക്കുന്നതാണ് ഏറ്റവും പ്രധാനം. ഇനി ഇത് ഇളക്കി ചേർക്കുകയാണ്. ഇനി ഇത്രയും കൂടെ മിക്സായി ചേർക്കുമ്പോൾ നമ്മുടെ ഇത് എല്ലാം റിപ്പയർ റെഡിയായി. ഇനി അവസാനം തണുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ തേനൊഴിക്കുന്നത്. ഇളക്കുന്ന ഒരു പ്രധാന പരിപാടി എന്നത്. കാരണം ഇത് കറക്റ്റായിട്ട് മിക്സ് ആവണം. ഇത് ഒരു മണിക്കൂർ കൂടുതൽ ഇളക്കണം, എങ്കിലും മാത്രമേ ജോയിന്റ് ആയി വരുള്ളൂ. ലോകത്തിലെ ഏറ്റവും രുചിയുള്ള പഞ്ചാമൃതം എന്ന് പറഞ്ഞതിന്റെ കാര്യം നിങ്ങൾ ആദ്യം തൊട്ട് കണ്ടു. ഏകദേശം 7:30 തുടങ്ങി, ഇന്നിപ്പോ ഏകദേശം 6 മണിയോളം ആവുന്നുണ്ട്. അപ്പൊ ഇത്രയും ടൈമാണ് ഇത് വേവാന്. മാത്രമല്ല ഇത്രയും സാധനങ്ങളാണ് ചേരുന്നത്. അത് ഒറിജിനൽ ആയിട്ട് സാധനം. അതാണ് ലോകത്തിലെ ഏറ്റവും രുചിയുള്ള പഞ്ചാമൃതം എന്ന് പറയുന്നത്. നമ്മള് ഉണ്ടാക്കുന്ന എല്ലാം കണ്ടല്ലോ. രാവിലെ തൊട്ട് കൂടെ നിന്ന് എല്ലാം കണ്ടതാണ്. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെ ചേർന്നുള്ള കൃത്യമായിട്ട് അറിഞ്ഞു, എത്ര ടൈം എടുത്തെന്ന് അറിഞ്ഞു, കഷ്ടപ്പാട് അറിഞ്ഞു. അതെ, ഇതിന്റെ കഷ്ടപ്പാടാണ് ഏറ്റവും വലുത് കേട്ടോ. ഈ കഷ്ടപ്പാട് നിങ്ങൾ കണ്ടത് കൂടാതെ ഞങ്ങൾ ഏകദേശം ഒരു 15 ദിവസം ഇതിന്റെ പുറകെ നിന്നിട്ടാണ് ഇത്രയും സാധനങ്ങൾ റെഡിയായത്. എന്നിട്ടാണ് ഇത് റെഡിയാക്കി. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വരും. അപ്പൊ ഞാൻ ഈ പറയുമല്ലോ ലോകത്തിലെ ഏറ്റവും രുചിയുള്ള പഞ്ചാമൃതം എന്താണെന്ന്. അപ്പൊ നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ കൃത്യമായിട്ട് പറയണം. വീഡിയോയ്ക്ക് വേണ്ടി പറയല്ല, സംഭവം ഒരു രക്ഷയില്ല. എങ്ങനെയുണ്ട്? അടിപൊളി ടേസ്റ്റ്. ഒരു രക്ഷയില്ല. ഇറങ്ങിപ്പോന്നെ അറിയത്തില്ലല്ലോ. അടിപൊളി ടേസ്റ്റ്. വീഡിയോയ്ക്ക് വേണ്ടി പറയുന്നതല്ല. സാധാരണ നമ്മൾ പളനിയിലെ പഞ്ചാമൃതം എന്ന് പറഞ്ഞാൽ ഇത് വേവിച്ചെടുക്കുമല്ല. ഇത് പ്രത്യേക രീതിയിൽ ഈ രീതിയിൽ വേവിച്ചെടുക്കുവാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇതിന്റെ ഒരു ടേസ്റ്റ്. ലോകത്തൊരാളെ ഇങ്ങനൊരു സാധനം ചെയ്യുന്നുള്ളൂ. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ധനേശ് ബാബനാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് വളരെ സേഫാണ്. ജാമിന് പകരമായിട്ട് നമുക്ക് ബ്രെഡിലൊക്കെ കറക്റ്റ് ചെയ്ത് കഴിക്കാം. പിന്നെ രാവിലെയും വൈകിട്ട് ഒരു സ്പൂണ് കഴിക്കാം. ഇനി മധുരം കഴിക്കുന്നവർക്ക് ഇഷ്ടമായിട്ട് ഇപ്പൊ ചോറൊക്കെ കഴിച്ചിട്ട് കഴിക്കുന്നവർക്ക് കറക്റ്റായിട്ട് കഴിക്കാൻ പറ്റും. നമ്മുടെ ഷുഗറുകാർക്കും കഴിക്കാമല്ലോ ഇത്. എല്ലാവരും കഴിക്കാം. ഷുഗറുകാർക്ക് എന്ന് പറഞ്ഞാൽ ഇത് വലിയ ഷുഗർ അല്ല, എല്ലാം കറക്റ്റായിട്ടുള്ള സാധനങ്ങളാ. അതുകൊണ്ട് ഇപ്പൊ തേൻ തന്നെ നമ്മൾ ഒഴിക്കുന്നത് അത്ര തണുത്തിട്ട് ഒഴിക്കുള്ളൂ. കാരണം തേൻ ചൂടോട് ഒഴിക്കാൻ പാടില്ല. അപ്പൊ എങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത് ആ പഴയ രീതിയിൽ തന്നെ കറക്റ്റായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഗുണം. ചേട്ടാ, അപ്പൊ ഈ ഒരു പഞ്ചാമൃതം ആൾക്കാർക്ക് കിട്ടാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? കിട്ടാൻ വേണ്ടി ഒറ്റ കാര്യം, വീഡിയോയിലും കമന്റ് ബോക്സിലും നമ്പറുണ്ട്. നേരിട്ട് വിളിച്ചാൽ മതി. തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിലെത്തും.